നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ ഓണക്കാലത്ത് എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. ഓണത്തിന് മാത്രമല്ല, അതിനുശേഷവും നിങ്ങൾ സേഫായിട്ട് തന്നെ വേണം ഡ്രൈവ് ചെയ്യേണ്ടത്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ E20 ഫ്യൂവലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പം നിങ്ങളുടെ ഓൾഡർ വെഹിക്കിളാണ്, ഇപ്പം എൻ്റെ വെഹിക്കിൾ E20 കമ്പാറ്റബിൾ വെഹിക്കിൾ അല്ല. അങ്ങനത്തെ വെഹിക്കിളിൽ നമ്മൾ പഴയ വെഹിക്കിളിൽ ഇപ്പം E20 ഫ്യൂവൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കാരണം കുറച്ച് റസ്റ്റിങ് അങ്ങനത്തെ ഇഷ്യൂസ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം വരും. അപ്പം അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്യൂവൽ അഡിറ്റീവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്യൂവൽ അഡിറ്റീവ് എടുത്തു. ഇത് യാതൊരുവിധ സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല. കുറേ റേറ്റിങ്ങും റിവ്യൂസും എല്ലാം നോക്കിയതിന് ശേഷം, അതുപോലെ തന്നെ പ്രൈസും എല്ലാം കമ്പയർ ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത ഒരു ഫ്യൂവൽ അഡിറ്റീവാണ്. അപ്പം ഇത് ഞാൻ വെഹിക്കിളിൽ ആഡ് ചെയ്ത് ഞാനിപ്പം പെട്രോളും ഫുൾ ടാങ്ക് നിറച്ചു. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ മറ്റൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഉടനെ നമ്മൾ ഇങ്ങനെ റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇത് കുറച്ച് കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് കാരണം എന്തെങ്കിലും ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. മെയിൻലി ഇത് നമ്മുടെ ഒരു ഫ്യൂവൽ ലൈൻ, അതുപോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ടർ, അതിനെയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തെങ്കിലും റസ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഈ ഫ്യൂവൽ അഡിറ്റീവ് ക്ലീൻ ചെയ്യും എന്നാണ് ഒരു എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ ഈ പഴയ വെഹിക്കിൾ ആണെങ്കിൽ നമ്മുടെ ഫ്യൂവൽ സിസ്റ്റം, ഫ്യൂവൽ ലൈൻ ഒക്കെ ക്ലീൻ ആകുമ്പോൾ കുറച്ച് പെർഫോമൻസ്, കുറച്ച് ആക്സലറേഷനിൽ ഒരു ബൂസ്റ്റ്, അങ്ങനത്തെ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റണം. അപ്പം നോക്കാം. എന്തായാലും ഇത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചേറെ കിലോമീറ്റർ ഞാൻ ഓടിച്ചതിന് ശേഷം ഞാൻ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. വീണ്ടും എടുത്ത് പറയുക, ഇത് യാതൊരു വിധത്തിലൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇത് എത്രയാണ് ക്വാണ്ടിറ്റി, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യവും ഞാൻ ഇതിൻ്റെ റിവ്യൂവിൻ്റെ വീഡിയോയിൽ കൂടെ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് ഇപ്പോൾ ഈ മോയ്സ്ചർ സെറ്റിലാവുന്ന കാരണമാണ് നമ്മുടെ വെഹിക്കിൾസിൽ ഈ റസ്റ്റിംഗ്. കാരണം നമ്മുടെ ഈഥനോൾ ഭയങ്കരമായിട്ട് ഹൈഗ്രോസ്കോപ്പിക് ആണ്, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മോയ്സ്ചർ കണ്ടന്റ് കാരണം റസ്റ്റിംഗ്, അതുപോലെ തന്നെ ഫ്യൂവൽ ലൈനിലൊക്കെ ഇഷ്യൂസ്, പിന്നെ റബ്ബർ കമ്പോണൻസിനൊക്കെ ഇഷ്യൂസ് വരും. അപ്പം ഇത് ഉപയോഗിക്കുമ്പം അതെല്ലാം നമുക്ക് കുറച്ചെങ്കിലും അതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം. എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.